ആ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ആ പയ്യന്റെ അമ്മ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞതാ ഇങ്ങനെയുള്ള ബന്ധം വേണ്ടാന്ന്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങള് മരണത്തിന് ചെന്നപ്പോഴും ആ പയ്യൻ ആ പെണ്ണിനെ കെട്ടുമെന്ന് പറഞ്ഞ് നടക്കുക. ആ കൊച്ചു നിരപരാധിയാണല്ലോ ഏട്ടാ. നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും ശരി, ആ കൊച്ചിനെ കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇനിയും കല്യാണം നടത്തുവാണെങ്കിൽ പയ്യന്റെ ജീവൻ അപകടത്തിലാവുന്ന പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്നവനെ പോലീസ് പിടിക്കുകയോ അതോ കൊല്ലുകയോ ചെയ്യണം. ഈ സംഭവം അറിഞ്ഞ ശേഷം നാട്ടുകാർ മുഴുവൻ ഞെട്ടല്ല എന്ന് വെച്ചാൽ അതേപോലെ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നില്ലേ വാസുദേവൻ സാറ്. അങ്ങേരെ കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായമില്ല. അദ്ദേഹത്തോടുള്ള വൈരാഗ്യം കൊണ്ടല്ലല്ലോ പ്രതി ഇത് ചെയ്തിരിക്കുന്നത്. ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിനകത്ത് കയറിയത് കല്യാണ പയ്യനെ കൈകാര്യം ചെയ്യാനാ. എന്നിട്ട് അത് സാധിക്കാതെ വന്നപ്പോ അച്ഛനെ തിരഞ്ഞു പിടിച്ച് ശിക്ഷിച്ചു. അതാണ് നടന്നത്. ചേട്ടാ, ഞാൻ എന്റെ നമ്പർ തരാം. ലോക്ക് ഇതാണ് എന്റെ നമ്പർ. ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. ഇനിയും ഈ പരിസരത്തൊക്കെ അവൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ഇതിനെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. ശരി സാറേ, പറയാം. അവൻ ഇവിടെ അടുത്തൊരു കടയിൽ പോയി നാരങ്ങ വെള്ളം കുടിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെന്നാ പറഞ്ഞത്. അതെവിടെയാ ചേട്ടാ? ഇതാ ഇവിടെ അടുത്ത് തന്നെ. ദേവരാജൻ എന്ന കടക്കാരന്റെ പേര്. അവിടെ ജംഗ്ഷനിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. ഓ ശരി ചേട്ടാ. ശരി. എന്റെ സാറേ, അവൻ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തിരക്കി. കല്യാണം നടക്കുന്ന വീടിനെ പറ്റി തിരക്കിയായിരുന്നു. ആ സമയത്ത് അവനിങ്ങനെ വേഷം മാറി വന്നവനാണെന്ന് അറിയത്തില്ലായിരുന്നു സാറേ. നേരത്തെ ഇതുപോലെ റിപ്പർ ജയിൽ ചാടി വന്നായിരുന്നു. അവനും ഇവിടെ ഒന്ന് വഴി ചോദിക്കുകയും ചെയ്തു. പിന്നെ അവനെ പിടിച്ചപ്പോഴാ അവനും ജയിൽ ചാടി വന്നതെന്ന് അറിഞ്ഞത്. ഇവിടെ വന്ന് നാരങ്ങൾ വാങ്ങി കുടിച്ചപ്പോ അവൻ എന്ത് നല്ല സംസാരവും പെരുമാറ്റമായിരുന്നു അറിയാമോ. പിന്നെ ഇതുപോലൊരു സംഭവമൊക്കെ അറിഞ്ഞപ്പോഴാ അവൻ കുഴപ്പക്കാരാണെന്ന് അറിഞ്ഞത്. ഇലക്കടയിൽ പോയായിരുന്നല്ലോ, അവിടുത്തെ ആൾക്ക് അബദ്ധം പറ്റി. ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വരുവോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ല സാറേ, അവൻ രാത്രി സംഘം നടത്തിയിട്ട് അവിടെ മുങ്ങിയതല്ലേ, പിന്നെ എങ്ങനെ വരാനാ? ചേട്ടാ, ഇവിടെ CCTV ഉള്ള എത്ര വീടുകളുണ്ടെന്ന് അറിയാമോ? ഇവിടെ മിക്ക വീട്ടിലുണ്ട് സാറേ. എന്തായാലും മരണം നടന്ന വീടിന്റെ പരിസരത്ത് എല്ലാ വീട്ടിലും ഉണ്ട് സാറേ. ഈ റോഡിലൂടെ പോകുമ്പോ ഒരു 10-20 വീട്ടിലെങ്കിലും ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. ശരി ചേട്ടാ. എന്താ സാറേ? ആ പച്ചക്കറി കടക്കാരൻ പറഞ്ഞ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അവന്റെ സംസാരവും പെരുമാറ്റവും കൊണ്ട് അവൻ എല്ലാവരും കയ്യിലെടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അവിടെ നിങ്ങൾ വരണ്ട, പുറത്തു നിന്നാ മതി. കമ്പ്യൂട്ടറിൽ അഗ്രഗണ്യനായ ഒരു സുഹൃത്ത് എനിക്കുണ്ട്, സേവിയർ. അവൻ വിചാരിച്ച പല ഡീറ്റെയിൽസും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. മൊബൈലൊക്കെ ഹാക്ക് ചെയ്യാൻ അവൻ വളരെ മിടുക്കണ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവന്റെ സഹായം തരുന്നത് നല്ലതാ. ഏത് വിധേനെ അവനെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും എന്റെ മുന്നിൽ നിർത്തി തന്നാൽ മതിയായിരുന്നു. അവൻ എങ്ങനെ മുന്നിൽ നിന്ന് വരുന്നവനല്ലോ, പിന്നിലൂടെ മാത്രം വരുന്നവനല്ലേ. അതല്ലേ അവനെ കണ്ടുപിടിക്കാൻ പ്രയാസം. ഏതായാലും നിങ്ങൾ കയറാം. പോ. ചേച്ചി, നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോവാം. അമ്മേ, എന്താ അമ്മ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഗംഗയുടെ കാര്യം ഓർത്തോണ്ടിരിക്കുന്നു. അന്നത്തെ ആ രാത്രി ദീപെ അവൻ കൊന്നത് ഓർക്കുമായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ദീപ്, ഇപ്പൊ ദിലീപിന്റെ അച്ഛനെ അവൻ. ഇത്രയ്ക്കായിട്ടും ആ നല്ല പയ്യൻ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അത് നടത്തണമെന്ന് കാർത്തിക മോളെ എന്നെയൊക്കെ വിളിച്ചു പറഞ്ഞു. അതേ നടക്കും അമ്മേ. അങ്ങനെ ആസുരം ജയിക്കാൻ പാടില്ല. ദിലീപിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര എതിർപ്പുണ്ടെന്ന് കിരണം പറഞ്ഞില്ലേ? ആ അമ്മ ഇനി ഞങ്ങളെ വിളിക്കുമെന്ന് പോലും സംശയമുണ്ട്. അവര് കരയും പറയുകയൊക്കെ ചെയ്താ നമ്മൾ അവരുടെ നിലവിളി കേൾക്കാതിരിക്കുന്നത് ശരിയാണോ മോളെ? ഈ കല്യാണം ഒരു വാശിയായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് ദിലീപേട്ടൻ. ഇനി ദിലീപേട്ടന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് നമ്മൾ പിന്മാറിയ അത് ദിലീപേട്ടന്റെ സങ്കടമായാലോ? ഒരു തീരുമാനം എടുക്കാൻ പറ്റാതായി. മോളുടെ അച്ഛൻ വന്നില്ലേ ഇതുവരെ? അച്ഛൻ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് അമ്പലനടയിൽ ഇരിക്കുമെന്ന് കിരണേട്ടൻ പറഞ്ഞത്. അടുത്ത് ബാലമാമയും ബൈജും ഒക്കെ ഉണ്ട്. കഷ്ടം. ഒരുപാട് പ്രതീക്ഷയോടെയാ ഒളിച്ചുറത്തി പോയി നിന്നത് മകളുടെ താലികെട്ടിന് സാക്ഷിയാകാൻ വേണ്ടി. ഇന്നലെ രാത്രിയിൽ മകളെ മരുമകനെ കൈപിടിച്ചു കൊടുക്കുന്നത് സ്വപ്നം കണ്ട് കഴിയാണെന്നൊക്കെ പറഞ്ഞു. എത്ര പെട്ടെന്നാ അതൊക്കെ വെറും സ്വപ്നമായിട്ട് അവശേഷിച്ചത്. കിരണേട്ടനും രതീഷേട്ടനും പിന്നെ വേലും ഒക്കെ അവന്റെ പിന്നാലെയാ. എവിടെ പോയി അവനെ കണ്ടുപിടിക്കാനാ മോളെ? അങ്ങനൊന്നും പറയണ്ടമ്മേ. നേരത്തെ ഇതുപോലെ അവനെ തിരയുന്ന സമയത്തല്ലേ അവനെ ഒരു കോളനി വെച്ച് കണ്ടുമുട്ടിയത്. അവന്റെ പിന്നാലെ പോയി കിരൺ ആപത്തൊന്നും പിടിച്ചു വാങ്ങരുതെന്ന് മോള് കിരണിനോട് പറയണം. ആയുധമായി നടക്കുന്നവനാ. നേർക്ക് നേരെ നിന്നാൽ കിരണിനൊപ്പം പിടിച്ചു നിൽക്കില്ല. മറഞ്ഞു നിന്നവൻ നിറയൊഴിച്ചാലോ അവിടെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. ദിലീപിനെ കൊല്ലാനായിട്ടാ അവൻ ദിലീപിന്റെ വീട്ടിൽ പോയത്. കൂട്ടുകാർക്കൊപ്പം ഹോട്ടലിലേക്ക് പോയതുകൊണ്ട് മാത്രം ദിലീപിന്റെ ജീവൻ രക്ഷിക്കാനായത്. അതിന് പകരമായിട്ട് ദിലീപിന്റെ അച്ഛന്റെ ജീവൻ പൊലിഞ്ഞില്ലേ? ഇതിനോടകം 3 കൊലപാതകങ്ങൾ അവൻ ചെയ്തിരിക്കുന്നത്. മോളുടെ അമ്മയും ദിലീപിന്റെ അച്ഛനെയും കൊല്ലുന്നതിനിടയില ആ കാട്ടുമുപ്പനെയും കൊന്നത്. അതിനു മുമ്പ് എത്ര പേരെ അവൻ കൊന്നിരിക്കുന്നത്. ശരിക്കും ആരാച്ചാരെന്നോ കാലനെന്നോ ഒക്കെ അവനെ പറയാം. രാത്രിയിൽ നിഴൽ പോലെ ഒരുത്തൻ പോകുന്നുണ്ടോ? അവനൊരു ടവൽ തലയിലൂടെ ഇട്ടിട്ടുണ്ട്. ഈ കൊലപാതകം നടന്നുവെന്ന് കരുതുന്ന സമയവും അവൻ പോകുന്ന സമയമൊക്കെ ഏതാണ്ട് ഒരുപോലെയാ. കൃത്യം നടന്നിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ദൃശ്യമായത്. നീ ഒന്നുകൂടെ നോക്കടാ. എടാ, ഇത് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ കുറെ മണിക്കൂർ എടുക്കും. അത് കുഴപ്പമില്ല, ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇരുന്നോളാം. ഇപ്പൊ രണ്ടുപേരും നിന്നെ കാത്തു വെക്കല്ലേ? എടാ, അതൊന്നും വിഷയമല്ല. ഇതേ നോക്ക്, ആ കവലയുടെ ദൃശ്യ. രാത്രി വീണ്ടും അവൻ കവലയിൽ എത്തിയിട്ടുണ്ട്. എടാ, അവൻ എവിടെ പോയി പതുങ്ങിയിരിക്കുന്നെന്ന് ഒരു ഏകദേശ ധാരണ തരാൻ പറ്റുമോ? എന്റെ ഈ പരിധിയിലുള്ള എല്ലാ പ്രദേശത്തിന്റെ ഡീറ്റെയിൽസ് തരാം. നീ ഏതായാലും വെയിറ്റ് ചെയ്യല്ലേ? പരിധി വിട്ടു പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ മൊബൈൽ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ലടാ, വഴിയിൽ വെച്ച് ആരെയും കണ്ട അവരെ ഇടിച്ച് ബോധം കെടുത്തിട്ട് അവരുടെ മൊബൈൽ വട്ടം മുങ്ങും. അതുകൊണ്ട് ഇപ്പോഴിരിക്കുന്ന മൊബൈൽ ആരുടെയൊന്നും പറയാൻ പറ്റില്ല. ഇവനെ കുറിച്ച് ഞാൻ പത്രത്തിലും ടിവിയിലൊക്കെ കണ്ടു. സിനിമയോ വല്ലൊന്നും ഒരു കഥാപാത്രമാണല്ലോ. എവിടെയും ഇടിച്ചു കയറാൻ എടുക്കണ ആൾക്കാരുടെ ഹൃദയം പെട്ടെന്ന് കവർന്നു കളയും. ഈ നാട്ടിൽ വന്നതിന് ശേഷം അവൻ ആദ്യം സൗഹൃദം കൂടിയത് എന്നോടും കല്യാണിയോടാ. പിന്നീട് പിടിക്കപ്പെട്ട ശേഷം അവൻ അതിവിദഗ്ധമായിട്ട് കുടിക്കുന്നതും ഞങ്ങൾ തന്നെയാ. പക്ഷെ അന്ന് കൊല്ലാതെ പോലീസിൽ ഏൽപ്പിച്ചു കളഞ്ഞു. അതാ കുഴപ്പം. ഇവനെയൊക്കെ കൈ കിട്ടിയാ അന്നേരം കത്തിക്കേണ്ടതാ. അബദ്ധം പറ്റിയടാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തൊരാൾക്കാരാ ആ പെൺകുട്ടിയുടെ ആൾക്കാര്. ഇത്രയൊക്കെ സംഭവിക്കുമ്പോ എനിക്ക് ഒറ്റ മോനാണെന്ന് അവർക്ക് ചിന്തിച്ചൂടെ? അത് മനസ്സിലാക്കിയിട്ട്
അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചൂടെ? അവർക്ക് ഇതുപോലെ മറ്റൊരു ബന്ധം കിട്ടുകയാണോ? ഇതേപോലെ ഒരുത്തൻ കൊലക്കത്തിയായിട്ട് നടക്കുമ്പോ ആരെങ്കിലും സ്വയം ആപത്ത് ചെന്ന് ചാടാൻ നോക്കൂ. അവനോട് മാത്രം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവന്റെ കൂട്ടുകാരെന്നും പറഞ്ഞ് കുറച്ചുപേര് വന്നിട്ടുണ്ട്. അവന്മാരും ഈ ബന്ധത്തെ അനുകൂലിക്കുക. കല്യാണത്തിന് മുമ്പൊക്കെ അവൻ മടങ്ങി വരാൻ ഇത്തിരി വൈകുമ്പോ വല്ലാത്തൊരു പേടിയായിരുന്നു. എന്നിട്ട് ആ കൊലയാളിയെ ഭയന്നിരുന്ന മോന്റെ അച്ഛന്റെ ജീവൻ തന്നെ അവൻ അങ്ങ് എടുത്തു. മോന്റെ കാര്യം ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ന്യായീകരിച്ചാലും ഇങ്ങനെ ഒരു പെങ്കുച്ചിനെ മരുമകളായി ഇങ്ങോട്ട് കൈ പിടിച്ച് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. അമ്മേ, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതേപറ്റി എന്താണ് കൂടുതൽ സംസാരിക്കുന്നത്? നിന്റെ വാശിക്കൊപ്പം നിന്ന് എനിക്ക് അവസാനം കരയാനും നേരം ഉണ്ടാവും. എന്നെ അവൻ എന്തെങ്കിലും ചെയ്ത കുഴപ്പമില്ല. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അവൻ ലക്ഷ്യം വെക്കുന്നത് നിന്നെയല്ലേ? അമ്മയുടെ സങ്കടം കൂടെ കാണണം മോനെ. കാണാം, അമ്മയുടെ സങ്കടത്തിനൊപ്പം ഞാൻ നിൽക്കാം. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ ഒരു കാര്യം, ഇനി ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്യരുത്. എനിക്ക് പിന്നെ ഒരു ബന്ധം വേണ്ട. പിന്നെ ഒരു കാരണവശാലും മരുമോളെ തന്നില്ല എന്ന് പറയരുത്. ഇപ്പൊ മരുമോളെ തരുന്നതും തരാത്തതും ഒക്കെ ഒരുപോലെയല്ലേ? ഞാൻ പറഞ്ഞതുപോലെ അവൻ ജയിലിൽ പോകും. അവനെ തൂക്കിക്കൊല്ലുകയോ ചെയ്യാതെ നിന്റെ ഭാര്യ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? നീ ജീവിച്ചിരിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ജനിച്ചാൽ എന്തെങ്കിലും മരിക്കില്ലേ അമ്മേ? അതിന് ആയുസ് തീരുന്നതിന് മുന്നേ എന്തിനാ മരിക്കുന്നത്? അമ്മേ, ഇനി ഒന്നും സംഭവിക്കില്ല. ഈ കല്യാണം നടക്കും. അതിന് അച്ഛന്റെ ആത്മാവ് എന്റെ കൂടെ ഉണ്ടാവും. അവന്റെ അഴിഞ്ഞാട്ടം അവസാനിച്ചു എന്ന് കരുതിക്കോ. എന്റെ അച്ഛന്റെ കൊലയാളിയാണവൻ. അതുകൊണ്ട് അവന്റെ ആഗ്രഹം പോലെ ഒന്നും നടക്കരുത്. ഇത് എന്റെ വാശിയാ. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അസ്ഥി ഒരുക്കി കഴിഞ്ഞ അടുത്ത ദിവസം ഒരു ചെറിയ ചടങ്ങായിട്ട് ഈ വിവാഹം നടക്കണം. അതിന്റെ അച്ഛന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. അവൻ ഇത്രയും കടുപിടുത്തം പിടിക്കുമ്പോ ഇനിയും തടസ്സം നിൽക്കണ്ട രേണകേ. അവന്റെ സ്വഭാവം അറിയാലോ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവന് വേറെ കല്യാണം വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ചില ആണുങ്ങൾ അങ്ങനെയാ. ഒരു പെൺകുട്ടിയെ മനസ്സിൽ വിചാരിച്ച് നടന്നാ അവളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാ പിന്നെ അവന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പോയിട്ടുണ്ടായി. 1-2 ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നമുക്കൊരു അന്വേഷണം നടത്താം. പിന്നെ എനിക്കിപ്പം പഠിച്ചവനാ സേവിയർ. അതുകൊണ്ട് അവൻ അതിന്റെ ഒരു താല്പര്യം കാണിച്ചു. എനിക്ക് അവന്റെ സഹായം ഇതുവരെ അങ്ങനെ തേടേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ വന്നതിന്റെ സന്തോഷം അവനുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ആഹാരം കഴിച്ചായിരുന്നോ? സാറടക്ക് വിളിച്ച് പറഞ്ഞോണ്ട് ഞങ്ങൾ കഴിച്ചു. ഞാനും അവനും കൂടെ ഒന്നിച്ചാ കഴിച്ചത്. ഏത് ഏരിയയിലാണ് സാർ അവൻ തമ്പടിച്ചിരിക്കുന്നത്? ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്ററിനപ്പുറം അവന്റെ മുഖം ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട്. ആഹാരം കഴിക്കാൻ പോലും അവനെ പുറത്തിറങ്ങാൻ പറ്റില്ല രതീഷേ. പകല് പുറത്തിറങ്ങി അവനെ ആൾക്കാരെ പിടിക്കും. പിന്നെ രാത്രിയിൽ ഏതെങ്കിലും കടയോ വീടോ കുത്തി തുറന്നായിരിക്കും അവൻ ഭക്ഷണം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് സേവിയർ പറഞ്ഞ ഏരിയയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. ഭാഗ്യമുണ്ടെങ്കിൽ അവൻ മുന്നിൽ വന്ന് പേടും. അവൻ കൃത്യം ചെയ്തിട്ട് ദിലീപിന്റെ വീട്ടിൽ നിന്ന് പോകുന്നതും അതിനുശേഷം കവലയിൽ നിന്ന് കറങ്ങുന്ന നോക്കിയ കമ്പ്യൂട്ടർ തെളിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ 1-2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ആറുണ്ട്. ആ ആറ് കടന്നായിരിക്കും അവൻ പോയിരിക്കുന്നത്. നിങ്ങൾ വാ, കാറിക്കർ. എടാ, വിശപ്പ് ശരീരത്തെ കാലം തിന്നോണ്ടിരിക്കുക. ഇനി അവനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അവന് ഒളിച്ചും പാത്തുമല്ലേ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പറ്റും. അതിന് നിന്റെയൊക്കെ പടം എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ പോലീസുകാർക്ക് അറിയാം ഞങ്ങളെ. അവരെ വെട്ടിച്ചു വേണ്ട എല്ലാം ചെയ്യാൻ. എന്നാലും ഞാൻ ആലോചിക്കുക, ആ ദിലീപ് എന്ന് പറയുന്നവന്റെ കാര്യം. സ്വന്തം അച്ഛനാ മുകളിലോട്ട് പോയത്. അങ്ങനെ പോകാനുണ്ടായ കാരണോ അത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണും. അങ്ങനെയുള്ളപ്പോ കല്യാണം വേണ്ടെന്ന് വെക്കാത്ത ആണുങ്ങൾ കാണൂടാ. ഇനി അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി കാണും. അതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. മൊബൈലിൽ ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ അവരെല്ലാരും കൂടി എന്നെ ഒരു ഹീറോ ആക്കിയിരിക്കുക. എനിക്കില്ലാത്ത കഥകളും പടച്ചുണ്ടാക്കുന്നുണ്ട്. കുപ്രസിദ്ധ കൊലയാളി ഗംഗാപ്രസാദ് ജയിൽ ചാടിയ ശേഷം വാസുദേവൻ എന്നയാളെ കൊലപ്പെടുത്തിയതിൽ തുടങ്ങി കാർത്തികയുടെയും ദിലീപിന്റെയും കല്യാണം മുടങ്ങിയത് ഉൾപ്പെടെയുള്ള കഥകള് അവന്മാരുടെ ഭാവനയിൽ പടച്ചു വിടുന്നുണ്ട്. ഈ കവലയിലൊക്കെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആരും ശ്രദ്ധിച്ചു. എന്നാ ഈ ഓൺലൈനിൽ വരുന്ന വാർത്തകൾ അത് സകലരും ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഈ ഓട്ടോ ഓടിക്കുന്നവര്. ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഈ മൊബൈൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാ. അതുകൊണ്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയ ആ നിമിഷം അവരെ പിടിച്ചിരിക്കും. ഇത് സുരക്ഷിതമായ ഒരു സ്ഥലമാ. ഇവിടേക്ക് ആരും പെട്ടെന്ന് വരില്ല. ഭക്ഷണം സുലഭമായിട്ട് കിട്ടുവാണെങ്കിൽ ഇവിടെ തമ്പടിക്കാം. ഡ്രസ്സ് മാറാനാണ് ഇല്ലാത്തത്. അതേതെങ്കിലും വീടിന്റെ മതിൽ ചാടിക്കിടന്ന ടെറസിലോ പുറത്തോ വീട്ടുകാരുടെ ഡ്രസ്സ് കാണും. തൽക്കാലം അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പോലീസിനെക്കാളും ഇപ്പോ ഊർജിതമായിട്ട് ഒരുത്തൻ അന്വേഷണം തുടങ്ങി കാണും. ഞാൻ പറഞ്ഞവൻ തന്നെ ആ കിരൺ. പുറത്തുപോയവര് വന്നില്ലേ ചേച്ചി? ഇല്ല, ഇതുവരെ വന്നില്ല. രണ്ടും കൽപ്പിച്ച കിരണേട്ടനും മേലൊക്കെ പോയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ അവര് മടങ്ങി വരുന്ന തോന്നില്ല. കാർത്തികേച്ചിയുടെ അമ്മയുടെ ഒക്കെ കരച്ചില് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറയാലോ, കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എനിക്ക് നേരിയ ആശ്വാസമായെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ആയിരുന്നെങ്കിൽ അപ്പനെ കുറിച്ച് ഓർത്ത് ശ്വാസം മുട്ടി കഴിയേണ്ടി വന്നാന്. അത് മാത്രല്ലല്ലോ, ഒരു അസുരന്റെ കുഞ്ഞിനെ കളഞ്ഞതോടെ നീ കൂടുതൽ ഫ്രീ ആയില്ലേ? അത് നീ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചു കഴിയുമ്പോ നിനക്ക് ഊരുവിലക്കുണ്ടായേനെ. അതിന്റെ ഫലമായിട്ട് നീ എന്തേലും കടുങ്കൈ ചെയ്തേനെ. ഞാൻ മരണത്തെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചതാ ചേച്ചി. അതിൽ നിന്ന് എന്നെ വഴിതിരിച്ചു വിട്ടത് സത്യം പറഞ്ഞ ചേച്ചി തന്നെയാ. എല്ലാവർക്കും സമയദോഷവും കാലദോഷവും ഒക്കെ ഉണ്ടാമല്ലോ. എന്റെ സമയദോഷത്തെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചതാണെന്നറിയോ? ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അതൊക്കെ മാറി. അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച സമയമായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ. അതിൽ നിന്ന് ഒരു പരിധിവരെ നീ ഇപ്പൊ മുക്തയായിട്ടുണ്ട്. അങ്ങനെ മുക്തയാവണമെങ്കിൽ അത് മരിച്ചു കിടക്കുന്നത് എനിക്ക് കാണണം ചേച്ചി. എങ്കിലേ എന്റെ അപ്പന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടും. നിന്റെ അച്ഛന്റെ ആത്മാവിന് മാത്രമല്ല മലു, എന്റെ അമ്മയെ കൊന്നതും അവൻ തന്നെയാ. എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ നമ്മൾ തുല്യ ദുഃഖിതരാ. പിന്നെ നിന്റെ ഊരിലെത്തിയപ്പോ ഒരിക്കൽ പോലും അവനെ കാണാൻ പറ്റിയിരുന്നില്ല. അന്നൊക്കെ അവന് മറച്ചു നിർത്തിയത് ഞാൻ തന്നെയാ ചേച്ചി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവനായിരുന്നു. ഒരു പക്ഷേ നിന്റെ അച്ഛനേക്കാൾ അമ്മയേക്കാൾ നിന്നെ ജീവനായി കരുതുന്ന വേലുവിനേക്കാൾ ആ സമയത്ത് നീ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒക്കെ അവനെയാ.
അതാണ് അവന്റെ കഴിവ്. അങ്ങനെ ചില ആളുകൾക്ക് ജന്മന ഈ കഴിവുകളൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാനും യോഗ്യനാണല്ലോ. അപ്പൊ പിന്നെ പെട്ടെന്നൊന്നും ആരും സംശയിക്കില്ലല്ലോ. എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന എന്റെ മനസ്സ് പറയുന്നമല്ലോ.